ഇന്ന് സെപ്റ്റംബർ 8 ഗുരുവായൂർ അമ്പലത്തിൽ 365 ഓളം കല്യാണങ്ങൾ നടന്നു എന്നാണ് പറയണത്. ഈ കാണുന്നത് ഗുരുവായൂർ അമ്പലമൊന്നും അല്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിന്ന് വേളാങ്കണ്ണി പള്ളിയിൽ വന്നേക്കണേ കേട്ടോ. നമ്മുടെ ചെല്ലാനം വേളാങ്കണ്ണി പള്ളിയിലാണേ. അവിടെ ഇന്ന് പെരുന്നാളാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് പെരുന്നാച്ചോറ് തിന്നാൻ വേണ്ടി പോകണം കേട്ടോ. നേർച്ചച്ചോറ് കഴിക്കാൻ വേണ്ടി പോണതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് രാവിലത്തെ പള്ളിയിൽ കുർബാനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി, കണ്ടക്കട വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാനും ഇച്ചാനും ബബിക്കുട്ടനും പിന്നെ അവിടെ നിന്ന് നമ്മുടെ അനുവിനെയും ഹില്ലേനെയും കൂടി പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് ഇന്ന് പള്ളിയിലേക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിവിടെ നേർച്ചച്ചോറിന് കറി ബീഫും കായും ആയിരിക്കും. പിന്നെ അതുപോലെ മോരുചാറുണ്ടാവും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റാണ് ഞാനീ പറയണത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ എന്താ പറയുക ബീഫും കായും പിന്നെന്താ മോര് ചാറ്, ക്യാബേജ് തോരൻ, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമുക്കത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. ഈ ഒരു ഗ്രൗണ്ടിലാണ് കേട്ടോ നടക്കുന്നത്. ഒരുപാട് പേര് ഫുഡ് കഴിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ രാത്രി വരെയും ഫുഡ് ഉണ്ടാവും. എത്ര പേർക്ക് വേണമെങ്കിലും ഫുഡ് കഴിക്കാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഒരുപാട് പേര് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ബബിക്കുട്ടനാണെങ്കിൽ ഈ ഒരു കടകളൊക്കെ ഉണ്ടാവുമല്ലോ കളിപ്പാട്ടങ്ങളുടെയൊക്കെ, ആ കടയൊക്കെ കടന്ന് വിരക് പിടിച്ച പോലെ ഇരിക്കണേരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെന്ന് മാതാവിനെയൊക്കെ ഒന്ന് രൂപത്തിലൊക്കെ ഒന്ന് മുത്തി നേർച്ചയൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് വേണമല്ലോ ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമ്മളങ്ങനെ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചു, നേർച്ചയൊക്കെ ഇട്ടു, രൂപമൊക്കെ മുത്തി. അതിന് ശേഷം കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നേ. അതുപോലെ തന്നെ എന്താ പറയണത്, നല്ലൊരു വൈബായിരിക്കും ആ ഒരു പെരുന്നാളെന്ന് പറയണത്. അപ്പം ഞാൻ പെരുന്നാളൊക്കെ കൂടിയേക്കണത് കൂടുതലും എൻ്റെ ചെറുപ്പത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കരുമാഞ്ചേരി പള്ളിയുള്ളത്. അപ്പോൾ കരുമാഞ്ചേരി പള്ളിയിലെ പെരുന്നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ പറയണത്, നമ്മുടെ അടുത്ത് അമ്പലങ്ങളില്ല, പക്ഷെ പള്ളിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും പള്ളി പെരുന്നാളിനൊക്കെയാണ് നമ്മൾ കൂടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പെരുന്നാളിൻ്റെ വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് അതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി ആ ഒരു ഗ്രൗണ്ടിലോട്ട് പോകണേണ്ടായി കാണുന്നത്. കടൽ തീരത്താണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പള്ളി ഇരിക്കുന്നത്. കടലിൻ്റെ തീരം എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ഇങ്ങനെ കടൽ ഭിത്തി പോലെ മറ്റേ എന്താണ് ഇപ്പോൾ പുതിയതായിട്ട് പണിതിട്ടുണ്ടല്ലോ, അങ്ങനെ കരിങ്കല്ലൊക്കെ കൊണ്ടിട്ടൊക്കെ പണിതൊക്കെ വെച്ചേക്കാനായിട്ട്. അപ്പം അതിൻ്റെ മേളിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ കടൽ കാണാം. അപ്പോൾ അങ്ങനെ നമ്മളവിടെ നിന്ന് ഗ്രൗണ്ടിലോട്ട് വന്നിട്ട്, ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഏരിയ ഉണ്ട്, എന്നാലും അത്യാവശ്യം ഒരുപാട് പേർക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട്. അവിടെ നമ്മൾ ചെന്ന് ക്യൂവിലൊക്കെ നിന്ന് എല്ലാവരും ഫുഡൊക്കെ വാങ്ങിച്ച് നമ്മളവിടെ കുറേ കസേരയും ഡെസ്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നേ. അപ്പോൾ ഇതാണ്ടത്തെ പണ്ടത്തെ പോലെ തന്നെ മോര് ചാറും അതുപോലെ ബീഫും കായും കൂടി വെച്ചതും പിന്നെ ക്യാബേജ് തോരനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ബബിക്കുട്ടൻ്റെ ഈ ഒരു വണ്ടിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ആ ഉന്തുവണ്ടി. അത് വാങ്ങിച്ച് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.